ഒരു 5-6 വർഷമായിട്ട് ഒരേ കണക്കിന് ഒരേ വലിപ്പത്തിനും എത്തി നിൽക്കുന്ന ഒരു ജീരക കരിയേപ്പിലയാണ്. ജീരക കരിയേപ്പിലയുടെ ഇലയ്ക്ക് നല്ല ഒരു പ്രത്യേക മണമാണ് കറിയിലൊക്കെ ഇടുമ്പോഴത്തേക്കും. അതുപോലെ കാറ്റ് വീശുമ്പോൾ തന്നെ ഇത് ഒരുപാട് വലിയൊരു വൃക്ഷമായിട്ടോ അല്ലെങ്കിൽ നിറയെ ഇലകളുള്ള ഒരു ചെടിയായി വളർന്നു കഴിഞ്ഞാൽ പരിസരത്ത് കാറ്റിന് നല്ലൊരു മണമാണ്. അപ്പോൾ അതിപ്പം മുറ്റത്ത് നിന്ന സ്ഥലത്തുനിന്ന് അധികം പൊക്കം വയ്ക്കുന്നുമില്ല, വളരുന്നുമില്ല. കൂടിപ്പോയ 1-2 കൊണ്ടകളിങ്ങനെ വരും. പിന്നെയും അങ്ങനെ തന്നെ ഹൈറ്റ് ഒന്നും വയ്ക്കാതെ നിന്നു. അത് ഞാനങ്ങ് അവിടെ നിന്ന് എടുത്തിട്ട് ചെടിച്ചട്ടിയിലോട്ടൊന്ന് മാറ്റി നടുകയാണ്. പക്ഷേ എടുത്തപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട വേരൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട്. ഇത് കിളിക്കുമോ എന്ന് അറിഞ്ഞൂടാ. വെള്ളത്തിൽ ഇട്ട് 3-4 ദിവസം വെച്ചിരുന്നപ്പോൾ ഫ്രഷായിട്ട് നിൽപ്പുണ്ട്. ഇതൊന്ന് നടാൻ പോവുകയാണ്. അപ്പോൾ ഒരു പോട്ടിൽ ഈ മണ്ണ് പായൽ കരിഞ്ഞു വീഴുന്ന മണ്ണാണ്. പായൽ ഉണങ്ങിക്കിടന്നിട്ട് അത് മണ്ണിനോട് വന്ന് ചേർന്നപ്പം ഉണ്ടായ പായലെന്ന് പറയുന്നത് പച്ചപ്പായൽ, ക്ലോറോഫിലുള്ള പച്ചപ്പായൽ ഉണങ്ങിക്കഴിഞ്ഞ് ഒരു നല്ല വളവും കൂടിയാണ്. ഇത് വളക്കൂട്ട് പോലെയാണ്. ചാണകം, വേപ്പിൻ പിണ്ണാക്ക്, ചാണകം, എല്ലുപൊടി, ഇത്രയും സാധനങ്ങൾ കൂടി ചേർത്ത് തന്നെ ഇപ്പം നടാൻ പോവുകയാണ്. കാരണം ഇത് ഒരുപാട് പഴക്കം ചെന്ന 6-7 വർഷം പഴക്കമുള്ളതാണെന്ന് എൻ്റെ ഓർമ്മ. അങ്ങനെ ഈ ഒരു ഹൈറ്റിൽ തന്നെ എത്തി നിന്നിട്ട് 7-8 വർഷമായി അതിൻ്റെ മുകളിലേക്ക് വളരുന്നില്ല. അതുകൊണ്ട് അതിനെ ഒരു പ്രത്യേക പരിചരണം കൊടുത്ത് ഒന്ന് നടാമെന്ന് വിചാരിച്ചു. കുറച്ച് മണ്ണൂടാൻ എടുത്തു.